ഹലോ. ഹലോ. ഇതെവിടെ? എന്തുപറ്റി? അല്ല, വിളിയൊന്നും കണ്ടില്ല. തിരക്കില? വിലയൊന്നും കണ്ടില്ലേ? ആ, അനക്ക് ഫോൺ നോക്കാൻ എവിടെ ഇപ്പോൾ സമയവും? ഇപ്പം നമ്മൾ നോക്കാൻ സമയമുണ്ടോ? ഫോൺ നോക്കിയോണ്ടല്ലേ ഞാൻ വിളിച്ചു. എന്നിട്ട് എൻ്റെ മിസ് കോളൊന്നും നീ കണ്ടില്ല. അതാ പറഞ്ഞ എനക്കിപ്പോൾ അതിനൊന്നും അല്ല സമയം. എനക്കിപ്പോൾ എന്തൊക്കെയോ തിരക്കുകളായിപ്പോയി. എനിക്കൊരു തിരക്കുമില്ല. പിന്നെന്തുപറ്റി? ഞാന് ഉറങ്ങിപ്പോയി. സാധാരണ ഒരു മിസ് കോളൊക്കെ അടിക്കുമ്പോൾ ചാടി വിളിക്കണതൊക്കെ ഇപ്പോൾ പഴയതുപോലെ ഒന്നും അല്ലല്ലോ. സ്നേഹമൊന്നും ഇല്ലേ? ആർക്കാണ് സ്നേഹമില്ലാത്ത? എനിക്കാ? എല്ലാം വെറുതെയാ. പിന്നെ ഞാൻ രണ്ടാളാരെയും പറഞ്ഞത്. അപ്പൊ ഇങ്ങക്ക് ഉറപ്പിച്ച സ്നേഹമില്ലാന്ന്? അനക്കും ഇല്ലെന്ന് എനക്ക് ഉറപ്പിച്ചൂടെ? അത് ഉറപ്പിക്കാൻ പറ്റൂല. അപ്പൊ പിന്നെ താനെന്താ വിളിച്ചാലെന്ന്? ഉം? ഒന്ന് വിളിച്ചാലെന്താന്ന് ഇങ്ങോട്ടൊക്കെ? അതുകൊണ്ടല്ലേ വിളിച്ചേ. എപ്പോ വിളിച്ച്? ഇപ്പൊ വിളിച്ചില്ലേ? അത് കൊള്ളാം. ഞാൻ എത്ര വട്ടം വിളിച്ച് എന്നെ? അതൊക്കെ വീട്. അത് വിടൂല. ഇപ്പൊ 2 ദിവസം കൊണ്ട് ഇങ്ങനെയാണല്ലോ. നാമുള്ളു, ഞാൻ സെറ്റ് ആക്കി തരാം. വേണ്ട രാവിലെ ഞാൻ വിളിക്കും. വേണ്ട. ഇപ്പൊ ഇനി പറഞ്ഞിട്ട് ഇനി ഒന്നും ചെയ്യാൻ പോകണ്ട. ഞാൻ വിചാരിച്ചു പാവല്ലേ, ഉറങ്ങിക്കോട്ടെ, പണിയുടെ ക്ഷീണൊക്കെ ഉണ്ടാവും എന്ന് വിചാരിച്ചു വിളിക്കാണ്ടിരിക്കുമ്പോ സ്നേഹമല്ലാന്ന്. ആയിക്കോട്ടെ ആയിക്കോട്ടെ എന്നല്ല, സത്യമാ പറയണേ. എന്ത്? ഞാൻ പറഞ്ഞ സത്യമല്ലേ? അല്ലല്ല, പിന്നെ കള്ളം പറഞ്ഞതാ. എനക്ക് പലതും തോന്നും അല്ലേ? എനിക്കല്ല, നിങ്ങൾക്ക് അങ്ങനെ പലതും തോന്നും. ഏതായാലും ഇനിയിപ്പോ നാട്ടിൽ വരുമ്പോ ഇതിന്റെ അപ്പുറം ആയിരിക്കുമല്ലോ സ്വഭാവം. വരുമെന്ന് അറിഞ്ഞപ്പോഴാണ് ഈ സ്വഭാവമൊക്കെ മാറ്റിയതില്ലേ? പിന്നെ ആണ് സത്യം. വരുമെന്ന് കൺഫേം ആയപ്പോൾ മോള് സ്വഭാവമൊക്കെ മാറ്റി തുടങ്ങി. ഞാൻ വരാണ്ടിരിക്കാൻ ചെയ്യണതാ? അല്ല, ഞാൻ വരാൻ വേണ്ടി ചെയ്യുന്നതാ. ആയിക്കോട്ടെ. ഞാൻ പിന്നെ എല്ലാം തമാശയായിട്ട് എടുക്കുന്നോണ്ട് എൻ്റെ ഭാഗ്യം. പിന്നെ ഇങ്ങനെ ഒരു ചെറുക്കനെ എവിടുന്ന് കിട്ടാനാണ്? പിന്നെ എന്തേലും കുറവുണ്ടാ? ഇതിനെക്കാട്ടി അടിപൊളി ചെക്കന്മാരെ എനിക്ക് കിട്ടും. ഞങ്ങളിൽ വീണു പോയതല്ലേ, പാവം ഞാന്. വീണു പോകാൻ ഇവിടെ തെന്നലായിരുന്നു, നല്ല വൈതലായിരുന്നു. അതായിരിക്കും കൈ വീണത്. വീണിട്ട് എണ്ണീച്ചാ? ഇതുവരെ എണീക്കാൻ പറ്റിയിട്ടില്ലേ. അതിലാണ് വീണത്. അല്ലേ, ഇനി എണീക്കാൻ പറ്റുമെങ്കിൽ എണീറ്റോ. ഇനി എണീക്കണ്ട, അവിടെ എടുക്കട്ടെ. അപ്പൊ അറിയല്ലേ? അറിയാം. പോയതാന്ന് ഇതെല്ലാം മനസ്സ് വെച്ചിട്ടാണ്. ഒന്നും പുറത്ത് കാണിക്കണ്ട. ഇങ്ങനെയുള്ള സ്വഭാവമാണെങ്കിൽ പിന്നെ കാണിച്ചാൽ അപ്പൊ തന്നെ മറുപടി കിട്ടും. അതുകൊണ്ട് ഒന്നിനും നിക്കണ്ടട്ടാ. ഇല്ലാട്ടോ. നീ വിളിച്ച ഫോൺ എടുക്കണേട്ടോ. എടുക്കാം. ആലോചിക്കാന്ന് പറഞ്ഞതാ മനസ്സിൽ, എനിക്ക് തോന്നിയത്.